നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷ അയക്കാം അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. മിനിമം 10ാം ക്ലാസ് വിജയിച്ചവർക്ക് ഗ്രൂപ്പ് ഡിയിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും റെയിൽവേയിലൊരു സ്ഥിര ജോലിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരാം കേട്ടോ. ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ അയക്കാം. അപ്പോൾ ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ്സുകാർക്കാണ് ഈ ഒരു അവസരം. നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കോളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇതുവരെയും RRBയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് RRBയുടെ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിൽ, അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇവിടെ കാണാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അത് നമ്മൾ PSCയിലും SSCയിലൊക്കെ ചെയ്യുന്ന പോലെ ഇതിലും ചെയ്യണം. ഇത് ഓക്കെ കൊടുത്തോളൂ. ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് നാഷണാലിറ്റിയാണ്. നമ്മൾ ഇന്ത്യനാണ്, ഇന്ത്യ കൊടുക്കുക. അടുത്തത് ഫുൾ നെയിം. നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം നിങ്ങൾ ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഡെമോ ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ പേര്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പേര് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞു. ഇനി ചോദിക്കുന്നത് ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം. നിങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഉണ്ടാവില്ല, നിങ്ങൾ പേര് മാറ്റിയിട്ടുണ്ടാവില്ല, അപ്പോൾ നോ കൊടുത്താൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ജെൻഡറാണ്, മെയിലാണോ ഫീമെയിലാണോ എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. അത് വീണ്ടും റീസെലക്ട് ചെയ്ത് കൊടുക്കണം. എല്ലാം കൺഫേം ചെയ്ത് കൊടുക്കണം. 2 വട്ടം എൻ്റർ ചെയ്ത് കൊടുക്കണമെന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ഫാദേഴ്സ് നെയിം ആണ്, അച്ഛൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫാദേഴ്സ് നെയിം റീ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി മദേഴ്സ് നെയിം ആണ്, അമ്മയുടെ പേര് റീടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കാണ് OTP ഒക്കെ പോകും. പിന്നെ ഈ ഒരു ഇമെയിൽ ID വെച്ചിട്ടാണ് നിങ്ങൾ പിന്നെ ലോഗിൻ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ തന്നെ കൊടുക്കുക. ഇമെയിൽ കൊടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ജനറേറ്റ് ഇമെയിൽ OTP കാണാം. ജനറേറ്റ് ഇമെയിൽ OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിലിലേക്കൊരു OTP പോവും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ആക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലേക്കും ജനറേറ്റ് OTP കൊടുക്കുക. ആ ഒരു OTPയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾ ഈ OTPകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇനി വെരിഫിക്കേഷൻ ചെയ്യണം. നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിജി ലോക്കർ വഴിയോ, അല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ലാത്തവർ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ, എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാവും, വെരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ 12 ഡിജിറ്റ് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ജനറേറ്റ് ആധാർ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വന്ന OTP, ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഇവിടെ കാണാം, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം. പാസ്വേഡ്, ക്രിയേറ്റ് യുവർ പാസ്വേഡ്. പാസ്വേഡ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് ഇപ്പോൾ രാഹുൽ എന്നാണെന്നുണ്ടെങ്കിൽ രാഹുൽ @123 ആ ഒരു ലെവലിൽ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്രകാരം നിങ്ങളത് കൊടുത്തിട്ട് ഇവിടെ ക്യാപ്ച ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള OTR ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. RRBയുടെ OTR 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ ഇത്ര സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഹിയർ കൊടുക്കാം. ടോപ്പിൽ കാണാം ലോഗിൻ ഹിയർ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഉണ്ടല്ലോ, ഇവിടെ ലോഗിൻ വിത്ത് ആധാർ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. അപ്പോൾ ആധാർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോഴാണ് ലോഗിൻ വിത്ത് ആധാർ കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ആധാർ OTP, അതായത് ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ. ഓക്കെ, ജനറേറ്റ് ആധാർ OTP കൊടുത്ത് ഈ ഒരു ബോക്സും ഇവിടെയും ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ കൊടുക്കുക. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഓൺലൈൻ ആപ്ലിക്കേഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡി ലെവൽ 1 ഓഫ് 7th CPC പേ വേരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ കാണാം, സെലക്ട് ദി RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ. ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള RRBയിലേക്ക് കൊടുക്കാം. തിരുവനന്തപുരത്ത് വാക്കൻസി വന്നിട്ടില്ല,
അപ്പോൾ നമുക്ക് ചെന്നൈ, തിരുവനന്തപുരം അടുത്ത് ചെന്നൈ വന്നിട്ടുണ്ട്, ചെന്നൈ കൊടുക്കാം. ചൂസബിളാണ്, എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 2 ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ലോഡിംഗ് ആണ്. ഓക്കെ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ മെറിറ്റൽ സ്റ്റാറ്റസ് കാണാം, അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അൺമാരിഡ് ആണോ മാരിഡ് ആണോ കറക്റ്റായിട്ട് കൊടുക്കുക. റിലീജിയൻ, നിങ്ങളുടെ റിലീജിയൻ കൊടുക്കുക. ഹിന്ദു മുസ്ലിം ഒക്കെ വന്നിട്ടുണ്ട്. ഇനി മദർ ടങ് നമ്മൾ മലയാളമാണ്, മലയാളം കൊടുത്തു. ഇനി എക്സാമിനേഷൻ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയൊക്കെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷ് കൊടുക്കാം, മലയാളത്തിൽ എഴുതണമെങ്കിൽ മലയാളം കൊടുക്കാം. ഞാൻ ഇംഗ്ലീഷ് കൊടുത്തു. ഇനി പെർമനൻറ്റ് വിസിബിൾ മാർക്ക് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ 1, നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുത്തോളൂ. പാടുകൾ, ശരീരത്തുള്ള പാടുകൾ, എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. ഐഡൻറ്റിഫിക്കേഷൻ 2, ഇവിടെ 2ാമത്തെ മാർക്കും കൊടുക്കണം. അപ്പോൾ 2 എണ്ണം കൊടുക്കണം, ശ്രദ്ധിക്കുക. അടുത്ത ഓപ്ഷൻ നമ്മൾ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഇപ്പോൾ ജനറൽ ആണെങ്കിൽ UR അൺറിസർവ്ഡ് കൊടുക്കാം. SC ആണെങ്കിൽ SC കൊടുത്തിട്ട് നിങ്ങളിത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെയിം ഓഫ് ദി കാസ്റ്റിൻ്റെ നെയിം. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി കൊടുക്കണം. ഇതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. പിന്നെ ഇഷ്യൂയിങ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാം സർട്ടിഫിക്കറ്റിലുണ്ടാവും. പിന്നെ ട്രാവലിംഗ് പാസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നോ, എസ് കൊടുത്താൽ ട്രാവലിംഗ് പാസ് കിട്ടും. അപ്പോൾ ഇത്രയും കൊടുക്കുക. ഇനി നിങ്ങൾ ST ആണെങ്കിൽ ഇതേപോലെ തന്നെ ST സെലക്ട് ചെയ്യുക. ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദി ട്രൈബ് കൊടുക്കുക. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇഷ്യൂയിങ് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ട്രാവലിംഗ് പാസ് വേണോ വേണ്ടേ. ഓക്കെ, ഇനി നിങ്ങൾ OBC ആണെങ്കിൽ OBC ഇതായി അണ്ടർസ്റ്റാൻഡ് കൊടുത്തോളൂ. OBCയിൽ ചോദിക്കുന്നുണ്ട് ക്രിമിലെയർ, നോൺ ക്രിമിലെയർ. നിങ്ങൾ ക്രിമിലെയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ജനറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾ നോൺ ക്രിമിലെയർ, അതായത് NCL ആണെങ്കിൽ, ഇതെല്ലാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. NCL ആണെങ്കിൽ നിങ്ങൾ കാസ്റ്റിൻ്റെ നെയിം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി, പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ജനറൽ ആയതുകൊണ്ട് UR അൺറിസർവ്ഡ് കൊടുത്തു. നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി പ്രസൻറ്റ് അഡ്രസ്സ്, നമ്മളെ കേരളയാണ് സ്റ്റേറ്റ് വരുന്നത്, കേരള സെലക്ട് ചെയ്ത് കൊടുത്തു. ജില്ല, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ സ്വന്തം ജില്ല കൊടുക്കുക. നിങ്ങളുടെ വീട്ട് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിറ്റി, നിയറസ്റ്റ് ആയിട്ട് വരുന്ന സിറ്റി, നിങ്ങളുടെ ജില്ല തന്നെ കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഭാഗത്തും അത് ഫില്ലാവും. ഇനി രണ്ടും ഡിഫറൻസ്, ആധാർ കാർഡിലെ അഡ്രസ്സും പിന്നെ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സേവ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ നിങ്ങൾ S കൊടുക്കണം. S കൊടുത്തു കഴിഞ്ഞാൽ ഡിഫൻസ് സർവീസ്, ആർമി, നേവി, എയർഫോഴ്സ് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. റാങ്ക്, ഡേറ്റ് ഓഫ് എൻട്രി, ഇപ്പോൾ നിലവിൽ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എക്സ് സർവീസ്മാൻ ആവില്ല, നിങ്ങൾ സിമ്പിളായിട്ട് നോ കൊടുത്തോളൂ. ആണെങ്കിൽ S കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നോ കൊടുത്തു. ഇനി ഡിസബിലിറ്റി ഉള്ളവർ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ S കൊടുക്കണം. ഡിസബിലിറ്റി ഉള്ളവർ ഡിസബിലിറ്റി കാറ്റഗറി സെലക്ട് ചെയ്ത് ഹിയറിംഗ് ആണോ വിഷ്വൽ ആണോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസബിലിറ്റി കാറ്റഗറി, സബ് ഡിസബിലിറ്റി കാറ്റഗറി, പിന്നെ പേഴ്സൻറ്റേജ്, ഡിസബിലിറ്റി പേഴ്സൻറ്റേജ്, സർട്ടിഫിക്കറ്റ് നമ്പറും സർട്ടിഫിക്കറ്റ് ഇഷ്യൂയും ഡേറ്റും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കണം. ഡിസബിലിറ്റി ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി. അടുത്ത ഓപ്ഷൻ റൈറ്റിംഗ് എബിലിറ്റി എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടാവില്ല, നോ കൊടുത്തോളൂ. അടുത്ത ഓപ്ഷൻ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, EBC ഡീറ്റെയിൽസ് ആണ്, സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ S കൊടുത്തു കഴിഞ്ഞാൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് 50,000 രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള ഫാമിലി ആണെങ്കിൽ നിങ്ങൾ EBC ആണ്. അതായത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഗ്രി കൊടുത്ത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്, EBC സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ, BPL കാർഡ്, പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റി, പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. EBC അല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി. ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കൻറ്റ്, റെയിൽവേയിൽ സെർവ് ചെയ്യുന്നുണ്ടോ ഉള്ളവർ S കൊടുക്കുക. S കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അറിയാം, നോ കൊടുക്കുക. നെയിം ഓഫ് ദി കറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഓർഗനൈസേഷൻ, നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉള്ളവരെന്ത് ചെയ്യുക? സെൻട്രൽ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്,
സിമ്പിളായിട്ട് നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താലും മതി, കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. അടുത്ത ഓപ്ഷൻ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ എസ് കൊടുക്കുക, എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക, ഇല്ലാത്തവർ നോ കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ബാങ്ക് ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ റീഫണ്ട് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനിൽ. ജനറൽക്കാരൊക്കെ ആണെങ്കിൽ, ജനറൽ OBC ബോയ്സ് ഒക്കെ ആണെങ്കിൽ 500 രൂപ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അതിൽ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ആവും. എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിലേക്കാണ് അത് റീഫണ്ട് ആവുക. പെൺകുട്ടികൾ പിന്നെ SC ST ബോയ്സ് ഒക്കെ ആണെങ്കിൽ 250 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ 250 റീഫണ്ട് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് പാസ്ബുക്ക് കയ്യിൽ വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര്, പാസ്ബുക്കിലുള്ള പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് റീ എൻ്റർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ. പിന്നെ IFSC കോഡ് അടിച്ചിട്ട് കൺഫേം കൊടുക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക, കറക്റ്റ് ആണെന്ന് നോക്കുക. അതിന് ശേഷം സേവ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫിക്കേഷൻ അവിടെ വന്നിട്ടുണ്ട്, മെട്രിക്കുലേഷൻ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് നമ്മൾ കേരളയാണ്, കേരള എൻ്റർ ചെയ്ത് കൊടുക്കുക. കേരള സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ചോദിക്കുന്ന ഡിസ്ട്രിക്റ്റ് ആണ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. പിന്നെ ബോർഡ്, ഏത് ബോർഡാണോ, 10ാം ക്ലാസ് കേരള ബോർഡാണോ CBSE ആണോ, കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേരള ബോർഡാണ് ഞാൻ, കേരള ബോർഡ് ആയതുകൊണ്ട് കേരള ബോർഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. ഇത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഡേറ്റ് ഓഫ് പാസിങ് ചോദിക്കുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സായ വർഷവും മാസവും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോൾ നമ്പറാണ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ റോൾ നമ്പർ ഉണ്ടാവും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, സർട്ടിഫിക്കറ്റ് സീരിയൽ നമ്പർ ഒരു റെഡ് കളറിൽ കാണാം സർട്ടിഫിക്കറ്റിൽ, അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആഡ് കൊടുക്കുക. ഇതവിടെ കാണുന്ന സീരിയൽ നമ്പർ റെഡ് കളറിൽ ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ കാണാം സീരിയൽ നമ്പർ. ഈ ഒരു സീരിയൽ നമ്പറാണ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് ഡീറ്റെയിൽസ് സേവ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ +2 കൊടുക്കാം, അതല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, NAC ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പിന്നെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, മാസ്റ്റർ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം നമുക്കിതിലേക്ക് അപേക്ഷ അയക്കാൻ വെറും 10ാം ക്ലാസ് മാത്രം മതി. ഉള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ +2 കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ 10ാം ക്ലാസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം സമയം കളയേണ്ട, അതുകൊണ്ടാണ്. ഇവിടെ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ, ലൈവ് ഫോട്ടോ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്നൊരു ബട്ടൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം. നിങ്ങൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണം, പിന്നെ കണ്ണട വെക്കാൻ പാടില്ല, ക്യാപ്പ്, മാസ്ക്, പിന്നെ ഇയർഫോണും കാര്യങ്ങളൊന്നും വെക്കരുത് ഫോട്ടോ എടുക്കുമ്പോൾ. ഇവിടെ ക്യാപ്ചർ ലൈവ് ഇമേജ് കൊടുക്കുക. ക്യാപ്ചർ ലൈവ് ഇമേജ് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ട്വിൻ ആണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ട്വിൻസ് ആണെങ്കിൽ എസ് കൊടുക്കണം കേട്ടോ, ട്വിൻസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് ക്യാപ്ചർ ലൈവ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ആഡ് ആയിട്ടുണ്ട്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 49 KB വരെയുള്ള ഫോട്ടോ മാത്രമാണ്, അതായത് സിഗ്നേച്ചർ എടുത്ത ഫോട്ടോ മാത്രമാണ് ആഡ് ആക്കാൻ പറ്റുള്ളൂ. 30 KB to 49 KB നോട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെ നിങ്ങൾ ബ്രൗസ് കൊടുത്ത് ആ ഒരു ഫയൽ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കണം. സിഗ്നേച്ചർ 140 px വിഡ്ത്തും 60 px ഹൈറ്റും മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. സിഗ്നേച്ചറിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളത് സിഗ്നേച്ചർ കറക്റ്റ് ഈ പറഞ്ഞ പ്രകാരം JPG ഫോർമാറ്റ് ഉണ്ടാവണം. 30 KB മുതൽ 49 KB വരെയുള്ള ഫോട്ടോ, സിഗ്നേച്ചർ എടുത്ത ഫോട്ടോ നിങ്ങളിവിടെ ബ്രൗസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു പേജ് വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാ, നിങ്ങൾ പോസ്റ്റുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് അസിസ്റ്റൻറ്റ് TRD, അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ തുടങ്ങിയ ഒരുപാട് പോസ്റ്റുകൾ കാണാം. അപ്പോൾ ഞാനതൊരു ഡെമോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ ഈ പ്ലസ് ബട്ടൺ കാണാം, ഇവിടെ പ്ലസ് ബട്ടൺ, ആ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ആ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസ് വരും. ഇതാ, ഞാൻ ഫസ്റ്റ് പോയിൻറ്റ്സ്മാനെ കൊടുത്ത് പോയിൻറ്റ്സ്മാൻ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാം പ്ലസ് കൊടുക്കുക. നിങ്ങൾക്ക് പോസ്റ്റുകൾ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പോയിന്റ് വേ, ഇലക്ട്രിക്കൽ തുടങ്ങിയ പോസ്റ്റുകൾ ഏത് ട്രേഡാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് ഓർഡറായിട്ട് ഇവിടെ തന്നെ കൊടുക്കുക. പ്ലസ് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നിട്ട് നിങ്ങൾ ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ എന്നൊരു ഓപ്ഷൻ, ഒരു ബോക്സ് കാണാം, അത് ടിക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ബോക്സും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ സ്ഥലം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സേവ് ആൻഡ് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കാണാം. സേവ് കൊടുക്കുക, പിന്നെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എഡിറ്റ് എന്നൊരു ബട്ടൺ കാണാം. എഡിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതെല്ലാം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ബോക്സ്, റെഡ് കളർ ബോക്സ് കാണാം, റെഡ് ലെറ്ററിൽ എഴുതിയ ബോക്സ് കാണാം. ആ ഒരു ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള വിൻഡോ ആയിരിക്കും വരിക. SC ST പിന്നെ പെൺകുട്ടികൾക്കൊക്കെ 250 രൂപയാണ് ഫീസ് വരുന്നത്. അതിൽ പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ 250 റീഫണ്ട് ആവും. ജനറൽ OBC വിഭാഗക്കാർ ബോയ്സ് ആണെങ്കിൽ 500 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ 400 രൂപ റീഫണ്ട് ആവും. ഇപ്പോൾ ഞാൻ ഫീസ് അടയ്ക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു ഡെമോ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഫീസിൻ്റെ ഒരു പേജ് മാത്രം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല, ഫീസ് അടയ്ക്കുന്നില്ല, ഡെമോ ആയതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് ആ ഒരു വിൻഡോയിലേക്ക് പോകും, നിങ്ങൾ ഫീസ് അടയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പെട്ടെന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എലിജിബിളായ ഒരു അപേക്ഷ അയക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കേണ്ട, ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് കിട്ടില്ല. പെട്ടെന്ന് അപേക്ഷ അയക്കുക. അപ്പോൾ ഇതിലേക്ക് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.